പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്ന നാടകത്തിൻ്റെ പേര് ഗ്ലാമിയും ഗംഗയും. എൻ്റെ കല്യാണം കഴിഞ്ഞത് ഇന്നലെയാണ്. ഞാൻ ഇന്ന് ആദ്യ രാത്രി കഴിഞ്ഞ പാടാണ്. ഞാനും അപ്പച്ചേട്ടനും ഇന്ന് ആദ്യ രാത്രി കഴിഞ്ഞ പാടാട്ടോ. അയ്യോ, എല്ലാവരും കാണുന്നുണ്ട്. ക്യാമറയ്ക്ക് ഓണാക്കി വെച്ചിട്ട് കിടന്നുറങ്ങിയത് കേട്ടോ. എൻ്റെ രാത്രിയുള്ളതൊന്നും നിങ്ങളെ കാണിക്കത്തില്ല കേട്ടോ. അയ്യോ രാധ, എനിക്കാണെങ്കിൽ ഭക്ഷണം ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. ഇനി എന്താ ചെയ്യാമെന്നറിയില്ല. ഏതായാലും അപ്പച്ചേട്ടൻ്റെ അമ്മ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് പോയി നോക്കാം കേട്ടോ. അയ്യോ, പൊട്ടും കടലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇവിടുന്ന് തിന്നേ വേണ്ടു. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞതാ എനിക്കൊന്നും അറിയില്ല വെക്കാനെന്ന്. എനിക്കൊന്നും അറിയില്ല വെക്കാനെന്ന്. അപ്പോൾ 2 കൊല്ലം മുമ്പുള്ളൊരു വീഡിയോ ഉണ്ടല്ലോ. 2 കൊല്ലം മുമ്പുള്ളൊരു വീഡിയോ, ഗ്ലാമി ഗംഗ ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യുന്ന വീഡിയോ, അതെടുത്തിട്ട് ജനങ്ങൾ പുറത്തിട്ടു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്ലാമി ഗംഗ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് നല്ല രീതിയിൽ മില്യൺ കണക്കിന് സബ്സ്ക്രൈബറും കാര്യങ്ങളും, അതുപോലെ തന്നെ അവരുടെ അടിമയായിരിക്കുന്ന ചില വീട്ടമ്മമാരുണ്ട്. ഉള്ള കാര്യം പറയുന്നത് എന്താ, അതിൻ്റെ അകത്ത് കമൻറ്റ് എഴുതുന്ന സ്ത്രീകളാണ് കൂടുതൽ. അവരടിമയാണ്. ആ അടിമകളുടെ കാര്യത്തെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ആദ്യ രാത്രി കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ വന്നു. എന്താണെന്ന് വെച്ചാൽ ഇവർ എഴുന്നേൽക്കുന്നത് മുതലാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ അടിമകളെ വിചാരം എന്താ അറിയുക, രാത്രി മുഴുവനുള്ള കാര്യങ്ങൾ കാണിക്കും. അപ്പോഴേക്ക് എന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ സീറ്റിട്ടു, ഇപ്പം കാണിക്കോടാ, ഇപ്പം കാണിക്കും, രാത്രി മൊത്തമുള്ള ഇപ്പം കാണിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇരുന്നു. മണ്ടന്മാരെ, അത് രാവിലെ എഴുന്നേറ്റിട്ട് സെറ്റ് ചെയ്തിട്ട് അഭിനയിക്കുന്നതാണ്. ഇതുപോലും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബോധമില്ലേ? അതാണ് എനിക്ക് ചോദിക്കാൻ. അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ട് മോളെ 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 എന്ന് വിളിക്കുന്നത് ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? എൻ്റെ പൊന്നു മോളെ, ഇങ്ങനെയുള്ള പ്രകസനങ്ങളൊന്നും കാണിക്കല്ല. കാരണം ശരിയാണ്, നമുക്ക് 1.5 മില്യൺ വ്യൂസ് വേണം. നമുക്ക് എന്തെങ്കിലും ഒന്ന് കാണിച്ചു കഴിഞ്ഞാലേ നമ്മൾ കുറച്ച് ആൾക്കാർ കാണുള്ളൂ. അത് വിചാരിച്ചിട്ട് ഈ അടിമകൾ ഇങ്ങനെ ഇരിക്കല. അല്ല, ആദ്യ രാത്രി കഴിഞ്ഞ് വരുന്ന ഇതേ കാണിക്കുള്ളൂ, അല്ലാണ്ട് ഈ പുറകിലോട്ടൊന്നും കാണിക്കൂല. നിങ്ങൾ അതും പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കണ്ട. കുറേ എണ്ണം വന്നിട്ട് അത് പ്രതീക്ഷിച്ച് ഇരുന്നിട്ട് അവസാനം പോയിട്ട് ചേച്ചി ഒന്നും കണ്ടില്ലല്ലോ, ഒന്നും കണ്ടില്ലല്ലോ, ഇതാണോ ചോദിക്കേണ്ടത്? എന്തൊരു വൃത്തികെട്ടവന്മാരാണ്. പിന്നെ വേറൊരു കാര്യം, ഗ്ലാമി ഗംഗയോട് എനിക്ക് പറയാനുള്ളത്, കുറച്ചൊക്കെ ഓവറാണ്. പണ്ടൊക്കെ പാവമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈയിടെ ആയിട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ഓവർ തന്നെയാണ്. പിന്നെ കുറേ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ചെറുക്കൻ ആദ്യം കല്യാണം കഴിച്ചിട്ടുണ്ട്, അതിൻ്റെ ആദ്യ ഭാര്യനെയും തപ്പി പോയിരിക്കുക. നോക്കുമ്പോൾ അതാണെങ്കിൽ വേറെ കല്യാണം കഴിച്ചിട്ട് അതിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാവുമല്ലോ. ഒന്ന് കമൻ്റ് എടുക്കുക. ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ? അപ്പോഴേക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ കമൻ്റ് എടുത്തിട്ട് വന്നാൽ അറിയാം, എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ അപ്പുച്ചേട്ടൻ എന്നെ വിട്ടുപോയത്. ഒരു സ്ത്രീയുടെ കമൻ്റാണ്. അതായത് പിന്നെ ഈ ഒരു ഗ്ലാമി ഗംഗ കല്യാണം കഴിച്ചതിൻ്റെ കല്യാണം കഴിച്ച ഭർത്താവിൻ്റെ ആദ്യത്തെ ഭാര്യ എന്നാണ് പറയുന്നത്. എനിക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ അപ്പുച്ചേട്ടൻ എന്നെ ഉപേക്ഷിച്ചു പോയത്. അപ്പോൾ അത് വേറെ പോയി കല്യാണം കഴിച്ചിനി, അതിനൊന്നും കുഴപ്പമില്ല. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങളൊക്കെ ജീവിക്ക്, അല്ലാതെ ഈ ക്യാമറേൻ്റെ മുന്നിൽ വന്നിട്ട് ഈ ജീവിതം വെച്ചിട്ട് ഒരുമാതിരി കൊഞ്ഞാട്ട കളി കളിക്കല്ല. അതായത് എന്തൊക്കെയുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട്, വീട്ടിലെ കാര്യങ്ങൾ കാണിക്കാം, നാട്ടിലെ കാര്യങ്ങൾ കാണിക്കാം. വന്ന് കയറിയപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ ബെഡ്ഷീറ്റില്ല, അയ്യോ തുണി അലക്കിയിട്ടില്ല, അയ്യോ വീട് വൃത്തിയില്ല, അയ്യോ വീട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാലേ ജനങ്ങൾ കാണാനുണ്ടാവുള്ളൂ. ഒരു നല്ല ബംഗ്ലാവ് പോലത്തെ വീടെല്ലാം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ പോലും പിന്നെ കാണാനുണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, വ്ളോഗർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വകയില്ല ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളുടെ പൾസ് അറിയാം. ഇപ്പം ഗ്ലാമി ഗംഗേനെ തന്നെ ആൾക്കാർ സ്നേഹിക്കാൻ തുടങ്ങിയത് എങ്ങനെയാ? ഗ്ലാമി ഗംഗയുടെ അച്ഛൻ്റെ ഭയങ്കരമായിട്ടുള്ള ഉപദ്രവം സഹിക്കവയ്യാതെ അമ്മ 2 പെൺമക്കളെയും എടുത്ത് നേരെ അമ്മയുടെ വീട്ടിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് അമ്മ ബേക്കറിയിലും അവിടെയൊക്കെ ജോലിക്ക് ചെയ്യുന്നു. പിന്നീട് ഗ്ലാമി ഗംഗ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായതിനു ശേഷം അവരുടെ ജീവിതം മാറിമറിച്ചു എന്നുള്ള കഥകൾ കൊണ്ടാണ് ഗ്ലാമി ഗംഗയ്ക്ക് ഇത്രയും ആരാധകരെ കിട്ടിയത്. അപ്പോൾ അതേ ആരാധകരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഗ്ലാമി ഗംഗ കണ്ട ഒരാൾ മാത്രമാണ് ഇപ്പോഴത്തെ ഭർത്താവ്. അതായത് ഗ്ലാമി ഗംഗയ്ക്ക് അനുസരിച്ച് തുള്ളാൻ പറ്റുന്ന, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ നമ്മുടെ ദിലീപ് കല്യാണം കഴിച്ച പോലെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മറ്റേ എന്താണെന്ന് വെച്ചാൽ ചിഞ്ചു റാണി എന്ന് പറഞ്ഞ കഥാപാത്രമില്ലേ, ഞാൻ ഇന്ന് കളിച്ചോ ഗായ്സ്, അതുപോലെ തന്നെയാണ്. അതായത് വന്നപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിലീപിൻ്റെ കഥാപാത്രം എങ്ങനെയാണ്, ദിലീപിൻ്റെ ഭാര്യയുടെ കഥാപാത്രമായിട്ട് വന്ന ആ കുട്ടി എങ്ങനെയാണ്. എനിക്ക് തോന്നുന്നൊരു സംശയം എന്താണെന്നറിയാം, ഇനി ആ സംവിധായകൻ ഇത് കണ്ടിട്ടാണോ എഴുതിയത് എന്നാണ്. അതുപോലെ ആക്ടിങ്, അതുപോലെ ഇത്. അതായത് ഇത്രയും പൈസയും കാര്യങ്ങളുള്ളൂ ഓൻ്റെ എടുക്കാൻ, ഒരു ബെഡ്ഷീറ്റ് മേണിക്കാനോ അല്ലെങ്കിൽ വിരിച്ചു വെക്കാനോ ആളില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലക്കാൻ ആളില്ല, അതുപോലെ വീട് വൃത്തിയാക്കാൻ ആളില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തിനാണെന്നറിയാം, ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഈ എന്താ പറയുക, ഇങ്ങനെയുള്ള സ്ത്രീകളെ കല്യാണം കഴിക്കുന്ന ആണുങ്ങളുടെ കാര്യം കട്ട പുകയാന്നേ ഞാൻ പറയുള്ളൂ.
ഇപ്പം കാണുന്നില്ലേ കൃഷ്ണകുമാറിൻ്റെ മോളെ ഭർത്താവിൻ്റെ ഗതി കാണുന്നില്ലേ? ഓനിപ്പോൾ അങ്ങോട്ട് അനങ്ങിക്കൂടാ ഇങ്ങോട്ട് അനങ്ങിക്കൂടാ, വീട്ടിൽ പോയിക്കൂടാ അനങ്ങിക്കൂടാ. കാരണം എന്താ അറിയുക, ക്യാമറയാന്ന്, മൊത്തത്തിൽ ക്യാമറയാന്ന്. അതേപോലെയാണ് ഈ ചങ്ങായിൻ്റെ കാര്യം. പിന്നെ ഇവനും എന്തോ ക്യാമറ എന്തോ ഉണ്ട് കേട്ടോ, ഈ ചങ്ങായിക്കും എന്തോ റോൾ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഓവറാന്ന് മോളെ. അതായത് കുക്കിംഗ് അറിയില്ല എന്നൊക്കെ പറയുന്നത്. കാരണം ഇന്നാൾ കുക്ക് ചെയ്തിട്ട് നല്ലോണം കഴിക്കുന്നതുണ്ടല്ലോ. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല, എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. അല്ല ഈ പിന്നെ 10-18 വയസ്സായപ്പോഴാണല്ലോ ഈ സോഷ്യൽ മീഡിയയിൽ വന്നത്. അതിനു മുമ്പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പയരും കഞ്ഞിയും സാമ്പാറും ചോറും മീൻകറിയിൽ ഉണ്ടാക്കുന്നതല്ലേ? അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ പെമ്പിള്ളേർ എന്ന് പറഞ്ഞ ഒരു 10-15-16 വയസ്സാകുമ്പോഴേക്ക് എൻ്റെ കുറച്ചൊക്കെ പണിയൊക്കെ പഠിക്കും. ഇതെന്താ പണി പഠിക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും മറ്റേ ഈ സ്വർണ്ണക്കരണ്ടി ആയിട്ട് ജനിച്ചൊന്നും അല്ലല്ലോ. വീട്ടിലെ മുഴുവൻ ബെല്ലക്കരികളൊന്നും അല്ലല്ലോ. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ കഷ്ടകാലത്തെ പറ്റിയിട്ട്. അപ്പം അവിടെ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇത് ഉഡായിപ്പ് തന്നെയാണ്. മനസ്സിലായ? ഞാൻ അവരുടെ പഴയ ലൈഫോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ആ ഒരു ചെറുക്കൻ പണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് കല്യാണം കഴിച്ച് പോയതാണ്. ഇപ്പം മക്കളെ നോക്കുക, അതൊന്നും വലിയ വിഷയമല്ല. രണ്ടാം കല്യാണമൊന്നും വലിയ പ്രശ്നമേ അല്ല. പിന്നെ വേറൊരു കാര്യം, ഇപ്പോഴും സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ കല്യാണവും കൂടി കഴിച്ചത് എന്നാണ് അതിനകത്ത് വരുന്ന മെസ്സേജുകളാണ്. എനിക്കറിയില്ല കേട്ടാ. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ ആദ്യ രാത്രിയും 2 രാത്രിയും മറ്റേ രാത്രി ഇതൊക്കെ കഴിഞ്ഞതും ഈ പിഴിഞ്ഞതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെടുക്കുക കാണിക്കുമ്പോഴേ അവരിത് ചിന്തിക്കുന്നതും കരുതുന്നതും വേറെ വിധത്തിലായിരിക്കും. ഇനി അതിൻ്റെ മുന്നിൽ വന്നിട്ട് മൂങ്ങിയിട്ട് ഒരു കാര്യവുമില്ല, ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങൾ കാണിച്ചാലും ഉണ്ടാകും, ഈ നെഗറ്റീവ് കാണിച്ചാലും മാത്രമേ വരുള്ളൂ. കാരണം പലരുടെയും ചിന്താഗതിയായത് അതങ്ങനെ തന്നെയാണ്. ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതേ കാണണ്ടോ. ഇപ്പം നമ്മളെ മറ്റേ ടീച്ചർ ഉണ്ടല്ലോ, ടീച്ചർ അവസ്ഥ നിങ്ങൾ നോക്കറാ. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ 450, 300, 250 ആൾക്കാർ ആൾക്കാർ കാണുന്നയാ. ഇന്നിപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ 50K കിട്ടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ കഷ്ടപ്പെടുന്ന കാഴ്ച കാണുന്നത്. എന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞതോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇവരുടെ ലെവല് മാറി. അതാണ് നമ്മളെ കഷ്ടപ്പാടൊക്കെ കാണാൻ ഒരുപാട് ആൾക്കാർ ഉണ്ടാകും. എന്നാലും പിന്നെയും ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബോറടിയാണ്. ഇവിടുത്തെ ഫാമിലി വ്ളോഗിൻ്റെ കുറേ അടിമകളുണ്ട്. അവരിങ്ങനെ കാത്തിരിക്കുകയാണ് കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട്. അതായത് നല്ലത് എല്ലാത്തിനും നല്ലതെന്ന് പറയും, എന്നാൽ ചെയ്തത് മോശാന്ന് ഒറ്റ ഒരാൾ പറയില്ല. എന്താ അറിയാ, അയ്യോ പറഞ്ഞാൽ ആ മറ്റേ ലവ് ചിഹ്നം തന്നിട്ടില്ലെങ്കിലോ എന്നുള്ള ഭയാന്ന്. അതായത് ഒരു കമൻറ്റ് എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ലവ് ചിഹ്നം കൊടുക്കുമല്ലോ, ആ ലവ് ചിഹ്നം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ഇങ്ങനെയുള്ള കമൻറ്റ് ചെയ്യുന്നത്. അല്ലാതെ എന്നിട്ട് ഇവർക്ക് നല്ല ദേഷ്യമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴേ. അതുകൊണ്ട് ഞാൻ മറവത്തൂർ ചാണ്ടിയായിട്ട് ഒരു ഉപദേശം തരാം. സ്ത്രീകളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കോഴിമുട്ട പോലെയാണ്, അതിങ്ങനെ വീണ് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക. ആ ജീവിതം തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഗൈസ് ഇതല്ല, മനസ്സിലായി? ഇത് വേണം. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല യാത്രകൾ ചെയ്യുമ്പോൾ, അല്ലാതെ ഭർത്താവിൻ്റെ വീട്ടിലെ കുറ്റങ്ങളും അയാളുടെ വീട്ടിലെ കുറവുകളും ജനങ്ങളെ കാണിച്ചിട്ട് ആ ഒരു നെഗറ്റീവിലൂടെ എന്തുണ്ടാക്കിയിട്ട് തിന്നിട്ടും വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ബൈ ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.